എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു മൈക്ക് മേടിച്ചു. ഗ്രനാരോ 3-in-1 മൈക്കാണ്, വയർലെസ് മൈക്കാണ്. ഇത് നോയിസ് ക്യാൻസലേഷനൊക്കെ ഉള്ള നല്ലൊരു മൈക്കാണ്. 1700 രൂപ. എൻ്റെ ഒറിജിനൽ പ്രൈസ് 3000. ബേസിക്കലി ഇതാണ് എൻ്റെ കേസിങ്. ഇവിടെ നമ്മൾ റിസീവർ വയ്ക്കും. ട്രാൻസ്മിറ്റർ 1, ട്രാൻസ്മിറ്റർ 2. ഇതാണ് ട്രാൻസ്മിറ്റർ, ഇതാണ് സെക്കൻഡ് ട്രാൻസ്മിറ്റർ. റിസീവർ ക്യാമറയിൽ കുത്തിയിരിക്കുന്നു. ശരി, ഇതിന് വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ്, ഇപ്പം നോയിസ് റിഡക്ഷൻ എനേബിൾഡ് ആണ് ഈ ഒരു ക്യാമറയിൽ. നോയിസ് റിഡക്ഷൻ ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് നോയിസ് റിഡക്ഷൻ. യെസ്, ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇനിയുള്ളതാണ് ക്ലിയർ ആയിട്ട്. ഇവിടെ ഒരു ഫാനുണ്ട്, പിന്നെ ചുറ്റുമാറ്റം എന്തൊക്കെയുണ്ട്. ബേസിക്കലി നോയിസ് റിഡക്ഷൻ ക്യാൻസൽഡ് ആണ്. അപ്പോൾ ചുറ്റുമുള്ള നോയിസ് ഒക്കെ ഇതിനകത്ത് കിട്ടും. എന്നിരുന്നാൽ കൂടി നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടല്ലേ. നമ്മൾ നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യുന്നു. കേട്ടോ, ലൈറ്റ് എടുത്തില്ലേ? യെസ്, മൊത്തത്തിൽ 2 ലൈറ്റ് എത്തും. ഒന്ന് പവർ ലൈറ്റും, രണ്ടാമത്തത് നോയിസ് ക്യാൻസലേഷൻ ലൈറ്റും. സോ വളരെയധികം മെച്ചപ്പെട്ടൊരു സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രനാരോ ഒരു നല്ലൊരു ഓപ്ഷനാണ്. 1 year വാറണ്ടി കിട്ടും. മേടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു OTG അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വോൾട്ട്, OTG അഡാപ്റ്ററിന്റെ വോൾട്ട് 4.2 വോൾട്ട് ആണെങ്കിൽ മാത്രം ഈ ഒരു സംഗതി മേടിച്ചാൽ മതി. ഈ ഒരു സംഗതിയാണ് ഞാൻ ഇപ്പം മേടിച്ച സംഗതി. മറ്റേ കാര്യം എനിക്കറിയില്ല, ഇതിനെക്കാട്ടിയും കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട്. അപ്പോൾ അത് OTG അഡാപ്റ്ററിന്റെ വോൾട്ട് 4.2 വോൾട്ട് ആണെങ്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. 3.8 വോൾട്ട് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. ഈ വാറണ്ടി കാർഡിൽ എഴുതിയിട്ടുള്ള സംഗതിയാണ്. 1 year വാറണ്ടി ഉണ്ട്. നിങ്ങൾ മേടിച്ചത് 30 ഡേയ്സിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, എങ്കിലേ അതിനകത്ത് വാറണ്ടി കിട്ടുകയുള്ളൂ. മാത്രവുമല്ല, നിങ്ങൾ കണക്ട് ചെയ്യുന്ന OTG ഡിവൈസ് എടുക്കുന്നില്ല എങ്കിൽ ഒരു സെറ്റിംഗ്സിൽ പോയിട്ട് OTGന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് എനേബിൾ OTG അതുകൂടി ചെയ്യണം. സോ 4.2 വോൾട്ട് ആണെങ്കിൽ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യൂ. ആസ് യൂഷ്വൽ ഗ്രനാരോ ആണെങ്കിൽ നമുക്ക് ഒരു 3.5mm ജാക്ക് കിട്ടുന്നുണ്ട്, ഒരു ടൈപ്പ് സി പോർട്ട് കിട്ടുന്നുണ്ട്, ആപ്പിൾ കണക്ട് ചെയ്യുന്ന പോർട്ട് ഉണ്ട്. കണക്ടിവിറ്റി അതിലൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. പഴയ മൊബൈൽ ആണെങ്കിൽ ഇത്തിരി പാടായിരിക്കും, കണക്ട് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. എൻ്റെ ഒരു അസൂസിന്റെ മൊബൈൽ ഉണ്ട്, സാംസങ് M21 ഉണ്ട്. അതിലൊന്നും ഇതൊരു ഡിറ്റക്ട് പോലും ആയിട്ടില്ല. ഓപ്പൺ ക്യാമറ ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഓപ്പൺ ക്യാമറയിൽ ഓഡിയോ സോഴ്സ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിലും എനിക്ക് ഓഡിയോ സോഴ്സ് എക്സ്റ്റേണൽ കൊടുത്തു നോക്കിയിട്ടും വർക്ക് ആവുന്നില്ല. പക്ഷെ ഞാൻ കടയിൽ കൊണ്ടുപോയി അവിടെ കുത്തി നോക്കിയപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പ്യൂർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ, ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എനിക്ക് ഒരു ഹിസിങ് സൗണ്ട് വരുന്നുണ്ട്. ഏത് ഈ ഒരു ക്യാമറ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, എൻ്റെ ഒരു Canon 80D ഉണ്ട്, 800D ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഹിസിങ് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. എന്താ ചെയ്യുന്നത്? അതിനെടുത്തിട്ട് ഒഡാസിറ്റി എടുത്തിട്ട് അതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ സെലക്ട് ചെയ്ത് അത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി കുഴപ്പമില്ല, നല്ല തിരക്കേടില്ലാത്ത നല്ലൊരു ക്വാളിറ്റി സൗണ്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ട് നോക്കൂ. ഇതിന്റെ ഓഡിയോക്കകത്ത് എന്തെങ്കിലും ഹിസിങ് സൗണ്ട്, പ്യൂർ സൗണ്ട് കേൾക്കണോ? ഞാൻ ഇപ്പോഴത്തെ അടുത്ത ഒരു 10 സെക്കൻഡ്സേക്ക് വിത്ത് ഹിസിങ് സൗണ്ട് ആണ് കേൾക്കാൻ പോകുന്നത്. അത് എല്ലാ ക്യാമറയിലും വരണം എന്നില്ല. അടുത്ത 3 സെക്കൻഡ്സേക്ക് ഞാൻ ആ ഹിസിങ് സൗണ്ട് കേൾപ്പിച്ചു തരാം. റെഡി? ഇതാണ് എൻ്റെ ഹിസിങ് സൗണ്ട്. ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് 3.5mm ജാക്ക് ഈ ഒരു റിസീവറിനകത്തുണ്ട്. അതുകൂടാതെ ചില ക്യാമറകളിലെ 3.5mm 4 പോൾ ഉള്ളത് ഡിറ്റക്ട് ചെയ്തില്ല. അതിനുവേണ്ടി 3 പോളുള്ള 3.5mm ജാക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ഈ ഒരു ഫുൾ ബോക്സിനകത്ത് വരുന്നുണ്ട്. ഇത് മേടിക്കാൻ പ്രത്യേക കാരണം നോയിസ് റിഡക്ഷൻ തന്നെയാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി കൂട്ടാനും, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഇത് മേടിച്ചത്. അതായത് എനിക്കും മറ്റൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കും വേണ്ടി, അവർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ വേണ്ടി. കാരണം ഇവിടെ ഞാൻ മൊബൈൽ അത്ര ഫ്രഷ് ഒന്നും മേടിക്കാറില്ല. കാരണം ഇവിടെ മാസത്തിലൊരിക്കൽ സ്ക്രീൻ മാറ്റുന്ന പരിപാടിയുണ്ട്. maxabi.com പോവും, പുതിയ സ്ക്രീൻ മേടിക്കും. കടയ്ക്കൽ ഒരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയി 300 രൂപ കൊടുക്കും, അദ്ദേഹം ഇട്ട് റിപ്ലേസ് ചെയ്ത് തരും. സ്ക്രീൻ എനിക്ക് LCD സ്ക്രീൻ കിട്ടും. ആ ഒരു സ്ക്രീൻ എല്ലാം കൂടെ 700 രൂപ ഓഫറെല്ലാം അപ്ലൈ ചെയ്തിട്ട് 750 രൂപ ആ റേറ്റ് കിട്ടും. അതൊരു 3 മാസം കിടന്നാൽ എൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത മാസം അത് പൊട്ടിയെങ്കിൽ അടുത്ത മാസം ഇതേ പരിപാടി. മാക്സിബിക്ക് എനിക്ക് ഇപ്പം 3-4 തവണ ഞാൻ മേടിച്ചു കഴിഞ്ഞിരിക്കുന്നു. maxabi.com എന്നാണ് സ്ക്രീൻ മേടിക്കുന്നത്. നിങ്ങൾക്കും അഫോർഡബിൾ ആയിട്ട് 2000 രൂപ ചെലവഴിക്കുന്നത് എന്നാണെങ്കിൽ 1000 രൂപയ്ക്ക് ഫുള്ള് ചേഞ്ച് ചെയ്ത് കിട്ടും വിത്ത് സ്ക്രീൻ ഗാർഡ്.
എന്നാണെങ്കിൽ സ്ക്രീൻ പൊട്ടുമ്പോൾ maxibio.com പോവുക, അവിടെ ചെന്നിട്ട് നിങ്ങൾ മോഡൽ പറഞ്ഞു കൊടുക്കുക, സ്ക്രീൻ മേടിക്കുക, കോംബോ സ്ക്രീൻ മേടിക്കണം, അതായത് ടച്ചും സ്ക്രീനും കൂടെ മേടിക്കണം. അത് നിങ്ങൾ അടുത്ത ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഇടാൻ അറിയാമെങ്കിൽ ഓക്കെ ഫൈൻ. അവരാകുമ്പോൾ കടക്കാരാകുമ്പോൾ അവർ കറക്റ്റ് ഫിറ്റിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അതായത് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫിറ്റ് അല്ലെങ്കിൽ മൊത്തം എടുത്ത് മാറ്റരുത്, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിട്ടേൺ അയച്ചു 7 days റിട്ടേണും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് അവർ കടക്കാർ ചെയ്തു തരും. അവിടെ ഒരു ചെറിയൊരു 300 രൂപ നഷ്ടം വരുന്നേ ഉള്ളൂ. പക്ഷെ ആ 300 രൂപയിൽ സ്ക്രീൻ കാർഡും വരുന്നുണ്ട്. ഞാൻ പുതിയ മൊബൈൽ മേടിക്കത്തേ ഇല്ല, പഴയ മൊബൈലുകൾ യൂസ് ചെയ്യുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ല. മൊബൈൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാട്സപ്പ് അല്ലേ, പിക്ചർ ക്വാളിറ്റിക്ക് ഞാൻ സെപ്പറേറ്റ് ക്യാമറ തന്നെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ക്യാമറ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആവശ്യമില്ല. അസൂസ് സെൻഫോണിന്റെ പ്രോ മാക്സ് M1 ഇതിന്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇതുവരെയുള്ള എൻ്റെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുള്ള ക്വാളിറ്റി. ഉള്ളൂല്ലേ? മതി, അത് മതി. എനിക്കൊരു പോരായ്മ തോന്നുന്നത് ഇത് നമുക്ക് ഇട്ട് വെക്കാനായിട്ട് ഈ ഒരു കേസിങ് ഉണ്ടെന്നല്ലാതെ ഇത് ക്ലോസിങ് ആയിട്ടുള്ളൊരു കേസിങ് ഇല്ല. അതിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു. അതായത് ഇത് അടച്ചു വെക്കാൻ പറ്റണം മൊത്തത്തിൽ. അതിന് വേണ്ടി സെപ്പറേറ്റ് ബോക്സ് മേടിച്ചാൽ മതി, ആ 10 രൂപയുടെ ബോക്സ് മേടിച്ചാൽ മതി. പക്ഷെ ഇതൊരു ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ. അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോകാനോ ഒരു സ്റ്റൈലിഷ് ആയിട്ട് അവർ തന്നെ വാവ്. പിന്നെ ഇതിന് അകത്ത് കയറ്റി വയ്ക്കുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ട്, അതൊരു പേപ്പർ പ്രൈസാണ്. ഇതിന് മണ്ടേന്റെ പേപ്പർ പ്രൈസേ വരും. അത് ബോക്സിംഗ് ടൈപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം 2 ട്രാൻസ്മിറ്റർ ഒരു റിസീവർ ആണെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതാണ് യൂസർ മാനുവൽ. അതുകൂടാതെ ഈ ഒരു കിറ്റിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 ട്രാൻസ്മിറ്റർ ഒരു റിസീവർ, 2 വിൻഷീൽഡ് കിട്ടുന്നുണ്ട്. ഇതാണ് വിൻഷീൽഡ്, നോയ്സ് റിഡക്ഷൻ, കാറ്റൊക്കെ അടിക്കാതിരിക്കാൻ ഈ വിൻഷീൽഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു വാറണ്ടി കാർഡ്, പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ. വാറണ്ടി കാർഡ് ഇതാണ് വാറണ്ടി കാർഡ്, ഇത് ഇൻസ്ട്രക്ഷൻ മാനുവൽ. പിന്നെ USB 2C കേബിൾ, ഒരു കേബിള് അതിനകത്ത് 2 Type-C കാണും. ഒരു USB പോർട്ടിൽ കുത്തുന്നതും 2 Type-C പോർട്ടിൽ കുത്തുന്നതായിട്ടുള്ള ഒരു കേബിൾ കിട്ടും. അത് വെച്ച് സൈമൾട്ടേനിയസ്ലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒന്നിന് കഴിഞ്ഞിട്ടേ മറ്റത് കുത്താവൂ എന്നൊരു ഓപ്ഷൻ അതിനകത്തില്ല. പക്ഷെ ചാർജർ കിട്ടുന്നില്ല. നമുക്ക് ഏതെങ്കിലും USB ചാർജർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ കുത്തുകയോ അല്ലെങ്കിൽ ആംപ്ലിഫയർ കുത്തുകയോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു USB പോർട്ടേ കാണൂ, 2 ടൈപ്സ്, അതിൽ തന്നെ 2 കേബിളായി തിരിഞ്ഞ് Type-C 2 കാണും. ഗ്രനാരോ നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് 1800 രൂപ ആയതേ ഉള്ളൂ. നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ചിലപ്പം 1900 ആയെന്നിരിക്കും, 1999. എനിക്ക് 1899 എനിക്കായത്. ബാറ്ററി ലൈഫും കൊള്ളാം. ഇഫ് യു വാണ്ട് ടു യൂസ് ബൈ ഇറ്റ്. ഇതിനെക്കാട്ടി കുറഞ്ഞുണ്ട്, അതിനകത്ത് 1300 റേഞ്ചിലുള്ള ഒരു മൈക്ക് ഉണ്ട്. അത് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഉള്ളത്. അതിനകത്ത് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഇത് കുറച്ചും കൂടി ലൈഫ് കിട്ടും, ബാറ്ററി ലൈഫ് കിട്ടും. അതിനെക്കാട്ടിയും ബാറ്ററി ലൈഫ് കിട്ടും. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നോയ്സ് ക്യാൻസലേഷൻ, റീവർബ്, മ്യൂട്ട്, വോളിയം കൂട്ടാനും കുറയ്ക്കാനും, അങ്ങനത്തെ പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പം ഒരു 500 രൂപയുടെ കൂട്ടി മേടിക്കുകയാണെങ്കിൽ ബെറ്റർ ഇത് തന്നെയായിരിക്കും. ഒരു 300 രൂപയുടെ കൂട്ടി മേടിക്കുകയാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതൊരു കേസ് വരും, ചാർജിങ് കേസ് വിത്ത് ചാർജിങ് കേസ് വരുന്ന റേറ്റും ഉണ്ട്. അത് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ അത് വേറെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നത്? എനിക്ക് സെപ്പറേറ്റ് ചാർജ് ചെയ്യണം എന്ന രീതിയാണ് എനിക്കുള്ളത്. മറ്റത് അതിനെക്കാട്ടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് 3 ബട്ടൺ ഉണ്ട്. ഒന്ന് പവർ ബട്ടൺ, അത് തന്നെയാണ് മോഡ് ബട്ടണും. 2ാമത് വോളിയം അപ്പ്, 3ാമത് വോളിയം ഡൗൺ. അപ്പോൾ ഈ പവർ ബട്ടൺ ഓണാക്കിയതിനു ശേഷം ഞെക്കി പിടിക്കുക, പവർ ബട്ടൺ ഓൺ ആവും. പിന്നെ നമുക്ക് നോയ്സ് ക്യാൻസലേഷന് ഈ ഒരു മോഡ് ബട്ടൺ, സെയിം ബട്ടൺ, പവർ ബട്ടൺ സെയിം തന്നെയാണ്. മോഡ് ബട്ടൺ ഒരു ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക, നോയ്സ് ക്യാൻസലേഷൻ. 2 വട്ടം പ്രസ് ചെയ്യുമ്പോൾ ടക് ടക് റീവർബ്. 3 വട്ടം പ്രസ് ചെയ്യുമ്പോൾ മ്യൂട്ട്, ടക് 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 മ്യൂട്ട്. എങ്ങനെയുണ്ട് ഓഡിയോ ക്വാളിറ്റി? നിങ്ങൾ തന്നെ പറയുക, കമന്റ്സിൽ പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ്സിൽ പറയുക. ഞാൻ ഇതെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. ഇതിനെക്കാട്ടിയും വില കൂടിയ മൈക്കിൾ മേടിച്ചിട്ട് ഇതിന്റെ ഡിജിറ്റെക്കിന് 4000 അടുപ്പിച്ചാവും. ഇതേ ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനെക്കാട്ടിയും ബെറ്റർ ക്വാളിറ്റി ആയിരിക്കാം അല്ലേ? ഐ ഡോണ്ട് നോ. ഡിജിറ്റെക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കമന്റിൽ പറയുക, അതാണോ ബെറ്റർ, ഇതാണോ ബെറ്റർ. റോഡിന്റെ ബൈക്കുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കമ്പനികളും ഉണ്ട്. പക്ഷെ അഫോർഡബിൾ റേഞ്ച് ഇതാണ് എനിക്ക് തോന്നിയത്, ബെസ്റ്റ് ക്വാളിറ്റി. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം. നന്ദി, നമസ്കാരം.